ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നമ്മുടെ ഹാർഡ് കോർ ലെറ്റ്സ് പ്ലേയുടെ ഫസ്റ്റ് എപ്പിസോഡാണിത്. നമുക്ക് ഈ എപ്പിസോഡിൽ തന്നെ ഒരു ബേസ് ഉണ്ടാക്കണം. അതിനു മുമ്പ് എനിക്ക് ഒരു മുങ്ങിയ കപ്പൽ കിട്ടി. നമുക്ക് അതിനകത്ത് പോയി നോക്കാം എന്തൊക്കെയുള്ളതെന്ന്. ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു മോസ് ബ്ലോക്ക് കിട്ടി. അത് നല്ലൊരു ലൂട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ ഒരു ബെറീഡ് ട്രഷർ മാപ്പും കിട്ടി. പക്ഷേ ഞാൻ ഈ ട്രഷർ മാപ്പ് എടുത്ത് നോക്കുമ്പോൾ അതൊരു സാധാ മാപ്പാണ്. നമ്മൾ സ്കാം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഗായ്സ്. ട്രഷർ മാപ്പ് എന്ന് പറഞ്ഞ് നമ്മളെ സാധാ മാപ്പ് വന്ന് പറ്റിക്കാൻ നോക്കിയിരിക്കുകയാണ്. എന്തായാലും അത് നമുക്ക് കുഴപ്പമില്ല. നമ്മളിട്ട് തുഴഞ്ഞു പോയപ്പോൾ രണ്ടാമതൊരു വില്ലേജ് കണ്ടു. ആദ്യത്തെ ഒരു വില്ലേജിൽ നിന്ന് ഫുഡ് മാത്രമേ ഞാൻ ലൂട്ട് ചെയ്ത് കണ്ടു പോയി. ഇപ്പോൾ നമുക്ക് ഉള്ള ഷുഗർക്കെയിനൊക്കെ എടുക്കാം. അത് നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. പിന്നെ പുതിയ വില്ലേജിൽ എത്തിയപ്പം ഇവിടെയുള്ള ഫുഡൊക്കെ നമ്മൾ ലൂട്ട് ചെയ്യാൻ, കാരണം നമ്മുടെ ഹങ്കറൊക്കെ തീരാറായി. ഞാൻ അവിടെയുള്ളതിൽ ഏറ്റവും വലിയ ഒരു കെട്ടിടത്തിൻ്റെ വെളിയിൽ നിന്ന് നോക്കി റെൻഡർ ഡിസ്റ്റൻസ് ഒക്കെ മാക്സിമം ആക്കി. കമ്പ്യൂട്ടർ ഇപ്പോൾ തന്നെ കത്തും. എന്നിട്ട് ഞാൻ നോക്കിയിട്ടും ഒരു ട്രീ പോലും കണ്ടില്ല. ട്രീ ഉണ്ടെങ്കിൽ സാപ്ലിംഗ് ഉള്ളൂ, സാപ്ലിംഗ് ഉണ്ടെങ്കിൽ വുഡുള്ളൂ. എന്തായാലും രണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊരു മൂഞ്ചിയ ഹാർഡ് കോർ ആയിരിക്കും. എന്തായാലും നമുക്ക് ട്രീ കിട്ടാൻ വേറെ കുറച്ച് വഴികളുണ്ട്. അതിനായിട്ട് ഞാൻ ഈ കമ്പോസ്റ്ററിൽ കുറച്ച് ബോൺ മീൽ ഉണ്ടാക്കുകയാണ്. നമ്മൾ ഈ മോസ് ബ്ലോക്ക് സ്റ്റോണിൻ്റെ മേളിൽ വെച്ചിട്ട് ബോൺ മീൽ ചെയ്താൽ നമുക്ക് ഈ സാധനം കിട്ടും. ഈ സാധനത്തിൻ്റെ പേരെന്തുവാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഈ സാധനം ഇതുപോലെ മോസ് ബ്ലോക്കിൻ്റെ മേളിൽ വെച്ചിട്ട് നമ്മൾ പിന്നെയും ബോൺ മീൽ ചെയ്താൽ അതായി ട്രീ. ഹാർഡ് കോറിൽ ഇത്രയെങ്കിലും കിട്ടിയല്ലോ, സമാധാനമായി. തൽക്കാലം നമുക്ക് ട്രീ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ടൂൾ ഉണ്ടാക്കാനാണെങ്കിലും എന്തുണ്ടാക്കാനാണെങ്കിലും വുഡില്ലാണ്ടൊരു നടപടിയില്ല. അതുപോലെ തന്നെ കുറച്ച് സ്റ്റോൺ നമുക്ക് മൈൻ ചെയ്യാം, കുറച്ച് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഞാൻ അടുത്ത് കണ്ടൊരു ഡെസേർട്ട് ടെമ്പിൾ കയറി നോക്കി. അവിടെ ക്രീപ്പേഴ്സ് ഒന്നും ഇല്ല. നമുക്ക് ഈ സൈഡ് വെച്ച് താഴോട്ട് മൈൻ ചെയ്യുക. ഇതാണ് ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റണത്. ഓക്കെ, എനിക്ക് കുറച്ച് ബോണിൻ്റെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫോർച്യൂൺ 3 കിട്ടി ഗൈസ്. വളരെ ബെസ്റ്റ് ഒരു ലൂട്ടാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് സ്ട്രിങ്ങും, പിന്നെ വേറെ ഒന്നും ഇല്ല. അത്ര ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരു സാഡിലും കൂടെ കിട്ടി. എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് വില്ലേജസിനൊക്കെ ട്രാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനൊക്കെ സോംബി ഒന്ന് കടിച്ചു കൊല്ലും. അതിനായിട്ട് ഞാൻ കുറേ സ്റ്റോണ് മൈൻ ചെയ്തു. ഇത് വില്ലേജസിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, എൻ്റെ ബേസ് ഉണ്ടാക്കാനും ഒരുപാട് സാൻഡ് സ്റ്റോൺ വേണം. പിന്നെ ഇതുപോലെ അതിൻ്റെ തൊട്ട് താഴത്തെ സർഫസിൽ, അതായത് സ്റ്റോണിനോട് ചേർന്ന് മൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ അയണോറും അതുപോലെ കോളൊക്കെ കിട്ടും. നമുക്കിനി നമ്മുടെ വില്ലേജസിനെ ട്രാപ്പ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കാം. അത് 3 ബ്ലോക്ക് ഹൈറ്റിലാണ് ഞാൻ ഉണ്ടാക്കിയത്. എന്താണെന്ന് വെച്ചാൽ സ്കെൽട്ടനും സോംബിയും ഒന്നും വില്ലേജസിനെ കണ്ട് അറ്റാക്ക് ചെയ്യാതിരിക്കാനാണ്. പിന്നെ നടുക്കൊരു ബെല്ല് വെച്ചു. ഈ ബെല്ല് വെക്കണത് എന്താണെന്ന് വെച്ചാൽ ഈവനിങ് ആകുമ്പോഴത്തേക്കും വില്ലേജസൊക്കെ ഈ ബെല്ല് തേടി വരും. അപ്പോൾ അവർ ഇതിൻ്റെ അകത്തേക്ക് ചാടി ട്രാപ്പാവും. പിന്നെ എനിക്ക് ബെഡ് ഉണ്ടാക്കാനായിട്ട് വൂള് വേണം. അതിന് സ്ട്രിങ് എടുക്കാനായിട്ട് ഞാൻ അടുത്ത് കണ്ട ഒരു മൈൻ ഷാഫ്റ്റിൽ അബദ്ധത്തിൽ പോയി. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കയറി ചെന്നപ്പോൾ ഒരുപാട് സ്ട്രിങ് ഉണ്ട്. ഇത് മറ്റേ സ്പൈഡർ സ്പോണ്ടറാണ്. ഞാൻ എൻ്റെ അടുത്തൊക്കെ ലൈറ്റ് ചെയ്താൽ ഇതൊന്നും ഉണ്ടാകത്തില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഒരു സ്പൈഡർ വന്നെന്നെ കടിച്ച് കീറി ഗൈസ്. ഞാൻ അവസാനം ഹാഫ് ഹാർട്ട് വെച്ചാണ് രക്ഷപ്പെട്ടത്. ഇത് ഹാർഡ് കോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് കളിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ വേൾഡ് തന്നെ മൂഞ്ചി. എന്നിട്ട് പിന്നെ കുറച്ച് നേരം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു, സ്പൈഡറും എല്ലാം സ്പോൺ ചെയ്യേണ്ടതെന്ന് അറിയാം. അപ്പം തന്നെ ഒരെണ്ണം സ്പോൺ ചെയ്തു. ഞാൻ ഓക്കെ ബൈ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോന്നു. ഓക്കെ, അങ്ങനെ നമ്മുടെ വില്ലേജസിൻ്റെ ട്രാപ്പൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. വില്ലേജസ് അതിനകത്തേക്ക് ചാടുന്നുണ്ട്. കുറച്ച് വെടികിട്ടാ പുള്ളികളും കൂടെ ചാടാനുണ്ട്. അവന്മാരും കൂടെ ചാടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി. പിന്നെ നമുക്ക് സ്ട്രിങ് വെച്ച് ബെഡൊക്കെ ഉണ്ടാക്കാം. ഇവന്മാരെ ബ്രീഡ് ചെയ്യാനുള്ള പരിപാടിയും കൂടെ നോക്കാം. നമ്മുടെ വുഡിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. നമുക്ക് ആകെ ഈ റൂട്ടഡ് ഡേർട്ടുണ്ട്, അതുപോലെ ഈ പേരറിയാത്ത ഈ സാധനമുണ്ട്. എന്തായാലും ഇതുകൊണ്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള കിട്ടുമെന്നല്ലാണ്ട് സാപ്ലിംഗ് വെച്ച് വല്ല ഫാം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ ഈ അയൺ കോളൻസ് മാത്രമാണ് എനിക്ക് കുറച്ച് അയൺ തന്നെ. ഇതിന് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ. ഞാൻ കുറച്ച് പിക്കാക്സും അതുപോലെ ആക്സ്, കുറച്ച് ടൂൾസൊക്കെ അയൺ ഗോലത്തിനെ കൊന്നിട്ടുണ്ടാക്കി. നമുക്ക് നമ്മുടെ ബേസ് ഉണ്ടാക്കാനുള്ള പരിപാടി പെട്ടെന്ന് തന്നെ കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ ഫർണസ് എടുത്ത് കുറച്ച് സാൻഡ് സ്റ്റോൺ
സ്മെൽറ്റ് ചെയ്ത് സ്മൂത്ത് സ്റ്റോൺ ആക്കുന്നുണ്ട്. ഇതുണ്ടെങ്കിലേ നമ്മുടെ ബേസിൻ്റെ പരിപാടി നടക്കും. ഇത്തിരി വലിയ ബേസാണ്. എന്തായാലും ഞാൻ ആ ബേസ് ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഗ്രോ ചെയ്യാനായിട്ട് കുറച്ച് ഷുഗർ കെയിനും കൂടെ പ്ലാൻ ചെയ്തു. അധികമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് മൈനിങ്ങിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഒരുപാട് സാൻഡ് സ്റ്റോൺ വേണം ഈ ബേസ് ഉണ്ടാക്കാനായിട്ട്. എന്തിനാണോ എന്തോന്നറിയത്തില്ല, എനിക്കിത് ഉണ്ടാക്കാനായിട്ടൊരു പൂതി. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 1 ഡേ ഫുള്ളി ഞാൻ മൈൻ ചെയ്തു. ഇത് ആ ഭാഗം മൊത്തം, ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഞാൻ മൈൻ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും തുറന്നു വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ബേസ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം. ഇതൊന്ന് കയറി കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ നമ്മുടെ ബേസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ബേസ്. ഞാൻ കുറച്ച് നേരം ഇത് ഡിസൈൻ ചെയ്യാനൊക്കെ എടുത്തു. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.